എന്തല്ലേ, ചില പഴയ സാധനങ്ങൾ കളയാൻ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാ അല്ലേ? ചിലപ്പോ ഒരു പഴയ കളിപ്പാട്ടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കീറിയ പുസ്തകം. വലിച്ചെറിയാൻ നേരം എന്തോ ഒന്ന് നമ്മളെ പിന്നോട്ട് വലിക്കും. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. ഇന്ന് നമ്മൾ ആ കാരണത്തിന് പിന്നിലെ സൈക്കോളജി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മളിൽ പലരുടെയും കയ്യിൽ കാണുമല്ലേ ഇതുപോലൊരെണ്ണം. ചിലപ്പോ മറ്റുള്ളവർക്ക് അതൊരു വിലയുമില്ലാത്ത പഴയ കടലാസ് കഷ്ണം മാത്രമായിരിക്കാം. പക്ഷെ നമുക്കോ അതൊരു ഓർമ്മയുടെ താക്കോലാണ്, പഴയൊരു കാലത്തിലേക്കുള്ളൊരു വാതിൽ. അപ്പോ ആ പഴയ സിനിമാ ടിക്കറ്റിന് എന്തായിരിക്കും ഇത്ര പ്രത്യേകത? ഒരു ഉപയോഗവുമില്ലാത്ത ഈ സാധനങ്ങൾക്ക് എങ്ങനെയാ നമ്മുടെ ഹൃദയത്തിൽ ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടുന്നത്? വാ, നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ശീലങ്ങൾ കാരണം പലരും നമ്മളെ പലതും വിളിച്ചിട്ടുണ്ടാവും. ഇവനൊന്നും കളയില്ല, എല്ലാം പെറുക്കിക്കൂട്ടി വെക്കും എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? പലപ്പോഴും ആളുകൾ ഇതിനെ ഒരു മോശം ശീലമായിട്ടാണ് കാണുന്നത്. ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ സാധനങ്ങൾ സൂക്ഷിക്കുന്നവരെല്ലാം ഹോർഡർമാരാണ് എന്നുള്ളതാണ്. അതായത് ഒന്നും കളയാൻ പറ്റാത്തൊരുതരം മാനസികാവസ്ഥയുള്ളവർ. പക്ഷെ സത്യം അതൊന്നുമല്ല. ഇതിന് പിന്നിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. നോക്കൂ, പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നമ്മൾ അലങ്കോലമാക്കിയിടുന്നവർ, അല്ലെങ്കിൽ ഒതുക്കമില്ലാത്തവർ ഒക്കെയാവാം. സമൂഹം നമുക്ക് അങ്ങനെ പല പേരുകളും തരും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ എന്താ നടക്കുന്നത്? ആളുകൾ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആ രഹസ്യമെന്താണ്? അതെ, സൈക്കോളജി പറയുന്നത് ഇതൊരു കുറവല്ല, മറിച്ച് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് എന്നാണ്. ഇതിനു പിന്നിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു കഥയുണ്ട്. അപ്പോ എന്താണ് ആ യാഥാർത്ഥ്യം? നമ്മൾ സൂക്ഷിക്കുന്ന ഓരോ വസ്തുവും ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ഓരോ ആങ്കറുകളാണ്, അതായത് നങ്കൂരങ്ങൾ. സൈക്കോളജിയിൽ ഇതിനെ ഇമോഷണൽ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്നാ പറയാ. അതായത് ജീവനില്ലാത്തൊരു സാധനം അത് നമ്മുടെ ഒരു ഓർമ്മയുടെയോ ഒരു ഫീലിംഗിന്റെയൊക്കെ ഒരു പ്രതീകമായി മാറുന്നൊരവസ്ഥ. ആ പഴയ കളിപ്പാട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് നിങ്ങളുടെ കുട്ടിക്കാലമായിരിക്കും. ആ വസ്തുവിലൂടെ നിങ്ങൾ ആ പഴയ കാലത്തേക്കൊരു യാത്ര പോവുകയാണ്. ഇതുകൊണ്ടാണ് ആ പഴയ സാധനങ്ങൾ കളയാൻ നമുക്ക് വല്ലാത്തൊരു വേദന തോന്നുന്നത്. നമ്മുടെ തലച്ചോറിനത് ആ ഓർമ്മയെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഒരു പേജ് കീറിക്കളയുന്നതുപോലെ. അതുമാത്രമല്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഈ പഴയ സാധനങ്ങൾ നമുക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തരും, അല്ലേ? ഭൂതകാലത്തിലെ ആ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലേക്ക് തിരിച്ചുപോകാൻ ഈ വസ്തുക്കൾ നമ്മളെ സഹായിക്കും. അപ്പോ ഈ ഓർമ്മകൾ സൂക്ഷിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അത് നമ്മുടെ ഉള്ളിലെ ലോകവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. സൈക്കോളജിസ്റ്റുകൾ ഇതിനെ ഡീപ്പർ ഇന്നർ വേൾഡ് എന്നാ പറയാ. അതായത് ഭയങ്കര സജീവമായ ഭാവനയും ചിന്തകളും വികാരങ്ങളുമെല്ലാമുള്ള ഒരു ആന്തരിക ലോകം. ഇങ്ങനെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി തീവ്രമായിരിക്കും. ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഭയങ്കരമായ ഭാവനയായിരിക്കും. പിന്നെ വികാരങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവും. ഒരു സാധാരണ കല്ലിൽ പോലും അവർക്കൊരു കഥ കാണാൻ പറ്റും. മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർ കാണും. ഇതൊക്കെ ഒരു ക്രിയേറ്റീവ് മൈൻഡിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോ നിങ്ങൾ ചോദിക്കും, ശരി, അതൊക്കെ കൊള്ളാം, പക്ഷേ ഈ അലങ്കോലമോ? അതിനുമുണ്ടോ ഒരു കാരണം. അത് വേറൊരു തരം ബുദ്ധിയുടെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളിതിനെ സെലക്റ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയും. എന്നുവെച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് ഭംഗി നോക്കിയല്ല, പകരം ഓരോന്നിനും ഉള്ള ഇമോഷണൽ വാല്യൂ അനുസരിച്ചാണ്. അതിന് അതിൻ്റേതായ ഒരു ലോജിക്കുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊരാൾ നോക്കുമ്പോൾ ഇത് വെറും ഒരു അലങ്കോലമായി തോന്നാം. പക്ഷെ നിങ്ങൾക്കത് ചിതറിക്കിടക്കുന്ന സാധനങ്ങളല്ല, ഓർമ്മകളുടെ ഒരു മാപ്പാണ്. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾക്കെന്താ മനസ്സിലാവുന്നത്? നിങ്ങളുടെ ഈ ശീലം, നിങ്ങളുടെ അലങ്കോലം എന്നൊക്കെ പറയുന്നതിനൊരു അർത്ഥമുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും ഒരു കുറവല്ല. ബന്ധങ്ങൾക്കും ഓർമ്മകൾക്കും അത്ര അധികം വില കൽപ്പിക്കുന്ന ഒരു മനസ്സിന്റെ പ്രത്യേകത മാത്രമാണിത്. ശരിക്കും എത്ര മനോഹരമായൊരു ചിന്തയാണല്ലേ ഇത്! നിങ്ങൾ സൂക്ഷിക്കുന്ന വസ്തുക്കളൊന്നും വെറും അലങ്കോലമല്ല, അവ നിങ്ങളുടെ ജീവിതകഥയുടെ അടിക്കുറിപ്പുകളാണ്. ഓരോന്നും ഓരോ കഥ പറയുന്നു. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ പഴയ സാധനങ്ങളുടെ നേരെ നോക്കുമ്പോൾ ഒരു കുറ്റബോധവും വേണ്ട. അവയെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവയെല്ലാം നിങ്ങൾ എത്ര മനോഹരമായി ജീവിച്ചു എന്നതിന്റെ തെളിവുകളാണ്. പോകുന്നതിന് മുൻപ് ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഏറ്റവും വിലമതിക്കുന്ന ആ ഉപയോഗശൂന്യമായ വസ്തു ഏതാണ്? എന്ത് കഥയാണത് നിങ്ങളോട് പറയുന്നത്?